കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ കുടുംബത്തിന് കൈത്താങ്ങായി എന്റെ നാട്. കുടുംബത്തിന് എല്ലാ മാസവും ആവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പെയിൻ ആൻഡ് പാലിയേറ്റീവ് സേവനവും നൽകുമെന്ന് ചെയർമാൻ ഷിബു തെക്കുംപുറം പറഞ്ഞു. കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എൽദോസിന്റെ മാതാപിതാക്കൾക്ക് കൈത്താങ്ങായി പുതുവത്സര ദിനത്തിൽ എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം എത്തി. വയോധികരായ വർഗീസ് റൂത്ത് ദമ്പതികളുടെ ഏക ആശ്രയമായിരുന്നു കൊല്ലപ്പെട്ട എൽദോസ്. കുടുംബത്തിന് എല്ലാ മാസവും ആവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പെയിൻ ആൻഡ് പാലിയേറ്റീവ് സേവനവും നൽകുമെന്ന് ഷിബു തെക്കുംപുറം പറഞ്ഞു. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ദുഃഖങ്ങളില്ലാത്ത, നെടുവീർപ്പുകളില്ലാത്ത ഒരു നാട്. ആ നാടിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമത്തിൽ തീർച്ചയായും നമുക്ക് ഈ കുടുംബത്തെ ചേർത്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. എല്ലാ തരത്തിലും ഈ കുടുംബത്തിന് കൈത്താങ്ങായി നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ ഈ പുതുവർഷ ദിനത്തിൽ ഇങ്ങോട്ട് കടന്നുവരികയും ഈ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാനുള്ള വലിയ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട എല്ലാവരുടെയും ഒരു വലിയ സഹകരണം ഈ കുടുംബത്തോടൊപ്പം ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, വലിയ ദുഃഖത്തോടും സങ്കടത്തോടും കൂടിയാണ് ഈ കുട്ടമ്പുഴ മേഖലയിലുള്ള ആളുകൾ ഈ കുടുംബത്തോടൊപ്പം നിൽക്കുന്നത്. അവർക്കൊക്കെ എല്ലാ തരത്തിലുമുള്ള വലിയ പ്രചോദനവും വലിയ പിന്തുണയും ഈ കുടുംബത്തിന് നൽകുവാനായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കുടുംബത്തെ ചേർത്ത് നിർത്താൻ കഴിയട്ടെ. തീർച്ചയായും എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ ഇപ്പോൾ ഈ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ മാസം തോറും സൗജന്യമായി നൽകുവാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ക്ലാച്ചേരി മേഖലയിൽ കഴിയുന്നത്ര സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാർത്തോമ പള്ളി വികാരി ഫാദർ നിതിൻ കെയു, ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി പൊട്ടക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കോറമ്പേൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CJ എൽദോസ് എന്നിവരും എന്റെ നാട് പ്രവർത്തകരും നാട്ടുകാരും എൽദോസിന്റെ ഭവന സന്ദർശനത്തിൽ എന്റെ നാട് ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.